2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നൊരു ചോദ്യം മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിന് വളരെ ലളിതമായി ഒരു ഉത്തരം കൊടുക്കുകയാണ്. കോൺഗ്രസിന് പതിവായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ സാധാരണഗതിയിൽ നേരിടാറില്ല. എന്നാൽ ചില ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ നേതാവായി കോൺഗ്രസിനെ നയിക്കുന്നത് ആര് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു ചിത്രം തന്നെയായിരിക്കും. ഏതായാലും തൻ്റെ പേര് അതിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൃത്യമായി മറുപടി കൊടുത്തിരിക്കുകയാണ്. 50 അതിൽ കൂടുതലോ സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുത്താൽ ഉജ്ജ്വലമായ ഒരു സംഖ്യയിലേക്ക് UDFിൻ്റെ ടാലി എത്തും. 2021 താൻ വടകര MP ആയിരുന്നപ്പോൾ നേമത്ത് വന്ന് മത്സരിച്ചത് ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രമാണ്. നേമത്ത് UDF കാരണമാണ് BJP 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8600-ലേറെ വോട്ടുകൾക്ക് വിജയിച്ചത് എന്ന് CPIM പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ അതിനെ എല്ലാ തരത്തിലും ആ ദുഷ്പേര് മാറ്റുക എന്നുള്ള ശ്രദ്ധേയമായ നടപടി ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ ജയിക്കില്ല എന്നറിയാമെങ്കിൽ കൂടി അവിടെ അത്തരത്തിൽ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തു എന്നതേ ഉള്ളൂ. അവിടെ V ശിവൻകുട്ടി 2016 പിടിച്ച വോട്ട് പോലും 2021 പിടിച്ചില്ലെങ്കിൽ പോലും അവിടെ BJP സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരൻ 3000-ഓളം വോട്ടുകൾക്ക് പരാജിതനായി. അതിന് കാരണമായത് 35,000-ഓളം വോട്ടുകൾ കെ മുരളീധരൻ ശേഖരിച്ചതുകൊണ്ട് തന്നെയാണ്. 2026 CPIM-ഉം BJPയും തമ്മിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാലും കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം കേരളത്തിൽ BJP നിയമസഭയിൽ ഇനി അക്കൗണ്ട് തുറക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. തൃശ്ശൂരിൽ ഞങ്ങൾക്ക് അടിതെറ്റി. അതിന് കാരണം എന്താണെന്ന് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ വിടവുണ്ടെങ്കിലും അത് അടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയാണ്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. VD സതീശനായിരുന്നാലും രമേശ് ചെന്നിത്തലയായിരുന്നാലും പാർട്ടിക്ക് ഒരുപോലെ തന്നെയാണ്. അവരിൽ ആര് മുഖ്യമന്ത്രിയായാലും അത് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പിണറായി വിജയൻ്റെ 3-ാം ഊഴം എന്ന് പറഞ്ഞുകൊണ്ട് PR വർക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കിയാണ് ഈ PR വർക്ക് നടത്തുന്നത് എന്ന് വളരെ വ്യക്തമാവുകയാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജനങ്ങളെ തന്നെ പമ്പര വിഡ്ഢികളാക്കുന്ന നയമാണ് പിണറായി വിജയൻ ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം വ്യക്തമായൊരു കാര്യമാണ്. പിണറായി വിജയൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സാധാരണക്കാരെ തെരുവിലേക്ക് സമരത്തിലേക്ക് ഇറക്കി വിടുന്ന കാഴ്ച, 10,000 രൂപ പോലും തികച്ച് ആശാവർക്കർമാർക്ക് കൊടുക്കാൻ മനസ്സില്ലാത്ത സർക്കാരിൻ്റെ അനാസ്ഥ, ഇതെല്ലാമാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചിരിക്കുകയാണ്.